സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്നു ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്ക് ദൈവവചന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പം ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ, പരീക്ഷയിൽ അകപ്പെടാതെ ഞങ്ങളെ വിടുവിക്കണമെന്ന്, രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാണെന്ന് യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്കകത്ത് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ദുഷ്ടന്റെ കയ്യിൽ വിടുവിക്കുവാനും പരീക്ഷയിൽ നിന്ന് വിടുവിക്കുവാനും ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളൂ എന്ന് പറയുമ്പോൾ ക്രൈസ്തവ വിഭാഗത്തെ സംബന്ധിച്ച് മനുഷ്യൻ ആമേൻ പറയുന്ന മനുഷ്യനാൽ അല്ല ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു മധ്യസ്ഥന്മാർക്കും ഒരു മധ്യസ്ഥതകൾക്കും മനുഷ്യൻ ദൈവമാക്കിയ അനവധി ആളുകളുണ്ട്. അവർക്കും ആമേൻ അല്ലെങ്കിൽ രാജ്യവും ശക്തിയും മഹത്വമില്ല. അവരൊക്കെ മനുഷ്യരാൽ നിയമിക്കപ്പെട്ടവരാണ്. എന്നാൽ ഇവിടെ പറയുന്ന രാജ്യവും ശക്തിയും മഹത്വം എന്ന് പറഞ്ഞത് ഈ ഭൂമിയിലുള്ള സകലത്തിന്റെയും സൃഷ്ടമായി ദൈവത്തിനുള്ളതാണ്. എല്ലാ മതവിഭാഗങ്ങളും അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടതാണ്. ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇറക്കിക്കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ മഹത്വം കമ്പനിക്ക്, മറ്റൊരു കമ്പനിക്ക് തന്നെ അത് വാങ്ങാൻ പറ്റത്തില്ല. ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണ് ടാറ്റ എന്ന് പറയുന്നത്. ടാറ്റയുടെ ഉൽപ്പന്നങ്ങളെല്ലാം ഈ ഭൂമി മേടിക്കാൻ കിട്ടും. ആ ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ തന്ത്രങ്ങളുടെ ചുറ്റിച്ചത് ഞാൻ തിരിച്ചറിഞ്ഞത്. ഇപ്പൊ ഞാൻ യേശുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം രാജ്യവും ശക്തിയും മഹത്വവും ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, ദൈവരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളും അത് എല്ലാം ദൈവത്തെ ആസ്വദിക്കുന്നത്. നിങ്ങൾ 148-ാം സങ്കീർത്തനം വായിക്കണം. ഹല്ലേലൂയ. 148-ാം സങ്കീർത്തനം വായിക്കുന്ന സകലവും ദൈവത്തെ സ്തുതിക്കട്ടെ. സങ്കീർത്തനം പല ഭാഗത്തും ഉണ്ട്. ഞാനിത് ഈ സങ്കീർത്തനം പറഞ്ഞതുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം. അപ്പൊ യെശയ്യാ പ്രവാചകൻ ഇത് പറയുന്നുണ്ട്, ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തിനും വിട്ടുകൊടുക്കുകയില്ലെന്ന്. ഓവയായ ദൈവത്തിന്റെ മഹത്വം മറ്റൊരുത്തിനും വിട്ടുകൊടുക്കത്തില്ല. വേറെ പങ്കാളികളൊന്നും ഇല്ലെന്നേ. കർത്താവ് കൂട്ടു ബിസിനസ് ചെയ്യുന്ന ആളല്ല. കർത്താവിനെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലെല്ലാം കൂട്ടുകൃഷികളാണ്, കൂട്ടു ബിസിനസ്സുകളാണ്. അതുപോലെയല്ല നമ്മുടെ കർത്താവ്. ദൈവരാജ്യത്തിന്റെ മുഴുവൻ ഉടമസ്ഥൻ, ഈ ലോകത്തിന്റെ മുഴുവൻ ഉടമസ്ഥന് മറ്റൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവ്, നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനായിരുന്നാലും ഈ ഭൂമിയെ സൃഷ്ടിച്ച് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനാണ് സകല മഹത്വം. അല്ലേ? ഇവിടെ പറയുന്നത് പരീക്ഷകൾ നമുക്ക് കടന്നു വരും. ശത്രുക്കൾ നമുക്ക് എഴുന്നേക്കാം. ദുഷ്ടശക്തികൾ അല്ലേലിയ. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള വേളകൾ കടമ്പോൾ ആ ദുഷ്ടസിംഹം അല്ലേലിയ, ദുഷ്ടശക്തികൾ സിംഹം പോലെ നമുക്ക് നേരെ കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. പരീക്ഷകളിൽ നമ്മെ അകപ്പെടുത്തുവാൻ നമ്മുടെ പ്രതിയോഗിയായിരിക്കുന്ന ദുഷ്ടൻ, സിംഹയോഗിയായ പിശാച് അലറുന്ന സിംഹം പാടിക്കൊണ്ടിരിക്കുകയാണ്. അവനെയാണ് നമ്മൾ പേടിക്കേണ്ടത്, അവനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അല്ലേലിയ. അവൻ നിങ്ങളെ ചതിവിൽ അകപ്പെടുത്തും, തന്ത്രങ്ങളിൽ കുടുക്കും, ദൈവത്തെ നിങ്ങളെ അകറ്റിക്കളയും. അതുകൊണ്ട് അലറുന്ന സിംഹത്തെ നിങ്ങൾ പേടിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്നത് പ്രകൃതി അല്ലെങ്കിൽ പ്രകൃതിയിലെ സിംഹത്തെയാണ് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ഭയപ്പെടുന്നതെങ്കിൽ, ഇവിടെ ആത്മീയമായ ശത്രു ആയിരിക്കുന്ന ദുഷ്ടസിംഹത്തെ നാം ഭയപ്പെടുന്നു. ഹല്ലേലൂയ. നരകത്തിൽ തള്ളാനായി ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പിശാചിന്റെ പദ്ധതിയാണ്. നമ്മളെ നരകത്തിലേക്ക് തള്ളാൻ ശ്രമിക്കുന്നത്, നരകത്തിലേക്ക് ഉന്തിവിടുന്നത് പിശാചാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അലറുന്ന സിംഹമായി വെളിപ്പെടുന്ന പിശാച് ചിലപ്പോൾ വെളിച്ചദൂതന്റെ വേഷം കെട്ടിയും വരും. അല്ലേ? അത് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഇവൻ അലറുന്ന സിംഹമായി ഇരിക്കുമ്പോൾ തന്നെ വെളിച്ചദൂതന്റെ വേഷം കെട്ടി കടന്നു വന്ന് നമ്മെ ഉപദേശത്തിനകത്ത് തെറ്റിച്ച് ഉപദേശപ്പിശക് കൊണ്ടുവന്ന് നമ്മളെ ദുരുപദേശത്തിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി പാതാളത്തിലേക്ക് പിശാച് തള്ളിയിടും. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, ദൈവസഭയ്ക്കകത്ത് മുഴുവൻ സുവിശേഷത്തിനെതിരെ ദുരുപദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
സുവിശേഷത്തിന്റെ സ്വാധീനത്തെ കെടുത്തിക്കളയാൻ, സുവിശേഷ ശക്തിയെ കെടുത്തിക്കളയുവാൻ, സുവിശേഷം എന്ന് പറയുന്ന മഹാസത്യത്തെ കെടുത്തിക്കളയാൻ, യേശുക്രിസ്തുവിന്റെ നാമത്തെ തകർക്കുവാൻ ആത്മീയ ശത്രുവായിരിക്കാൻ ദുഷ്ടൻ അതും അലറുന്ന സിംഹം എന്നപോലെ തിരഞ്ഞ് തിരഞ്ഞ് മനുഷ്യനെ ചുറ്റിപ്പിടിച്ച് അവനെ പാപത്തിലേക്ക് വീഴ്ത്തും. പ്രേക്ഷരോ, എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ദുരുപദേശങ്ങൾക്കകത്ത് പോകരുത്. സാത്താന്റെ തന്ത്രങ്ങളെ നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ കർത്താവിന്റെ പ്രാർത്ഥനയും രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതെന്ന് യേശു പറയുക എന്ന് പറഞ്ഞ് കർത്താവ് പിതാവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. അപ്പൊ യേശു പഠിപ്പിച്ച അതേ രാജ്യവും ശക്തിയും മഹത്വവും ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്നതാണ്. ഹല്ലേലൂയ. യേശു പഠിപ്പിച്ച രാജ്യവും ശക്തിയും മഹത്വവും ഭൂമിയിലെ എല്ലാത്തിനോടും ചേർന്നിരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഏറ്റവും ശ്രേഷ്ഠത അനുഭവിക്കുന്നത് ഞാനും നിങ്ങളുമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് താങ്കൾ ദൈവത്തിന്റെ വകയാണ്, താങ്കൾ ദൈവത്തിന്റെ സ്വന്തമാണ്, ദൈവം നിങ്ങളുടെ സ്വന്തമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വമെല്ലാം നിങ്ങൾ ദൈവത്തിന് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു മധ്യസ്ഥനും കൊടുക്കരുത്, മധ്യസ്ഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ആ പ്രാർത്ഥന തെറ്റാണ്. ഹല്ലേലൂയ. അത് വ്യാജമാണ്, അത് സാത്താനുള്ള പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരു രാജാവ് തന്റെ രാജ്യത്തെ മഹനീയമായി ഭരിക്കണമെങ്കിൽ അവന് ശക്തി ആവശ്യമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഭൂമിയിലെ രാജാക്കന്മാർക്ക് ഭരിക്കണമെങ്കിൽ അവർക്ക് ശക്തി ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പൊ ശക്തരായ സൈനികരില്ലെങ്കിൽ അവർക്ക് രാജ്യം ഭരിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ഇന്ത്യയെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കി. നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് കൽപ്പിക്കുവാനാണ് അവർക്ക് കഴിയുന്നത്. ആ കൽപ്പിക്കണമെങ്കിൽ അവർക്ക് പിന്നിൽ വലിയ ശക്തി ഉണ്ടായിരിക്കണം. ആ ശക്തിയാണ് നമ്മുടെ സൈനിക ബലം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സൈനിക ബലം ഉള്ളത് കൊണ്ടാണ് നാം ഏത് പ്രതിയോഗിയും അതിജീവിക്കാൻ കാരണമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രജയെ, രാമസ്വന്തം ശക്തരായ സൈനികരില്ലെങ്കിൽ ആമീൻ നമ്മുടെ രാജ്യ സമാധാനത്തോടെ ഭരിക്കുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ ഇറാൻ വളരെ ആക്രമണം അഴിച്ചുവിടുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. പല തന്ത്രങ്ങളിലായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ ഇസ്രായേലിന് സ്വാതന്ത്ര്യം കിട്ടിയ നാള് തൊട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ പല രാഷ്ട്രങ്ങളും എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇസ്രായേലിന് മറ്റ് രാജ്യങ്ങൾ എതിർത്ത് നിൽപ്പാനുള്ള ശക്തി എന്ന് പറയുന്നത് അവരുടെ സൈനിക ബലമാണ്. പ്രൈസ് ദി ലോർഡ്. ആ സൈനിക ബലം ഉള്ളിടത്തോളം കാലം അവർ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആർക്കും വരെ തൊടാൻ കഴിയില്ലെന്ന് ഇതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിലും അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു 11-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവരുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പൊ നമ്മുടെ കർത്താവ് ആരാണ്? മഹാശക്തി ധരിച്ചു വാഴുന്നവനാ. മഹാശക്തി ധരിച്ചു വാഴുന്ന ഒരുവനുണ്ടെങ്കിൽ കർത്താവ് യേശുക്രിസ്തു മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. മഹാശക്തി ധരിച്ചു വാഴുന്ന യേശു എന്ന് പറയുന്നത് ആ ശക്തിക്ക് അറുതിയില്ല. അതിങ്ങനെ നിലനിൽക്കുന്നതിന്റെ അത് എത്രമാത്രം വർണ്ണിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം നമ്മളോർത്തേക്ക് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ എന്താണ് ചിന്തിച്ചു കൂട്ടുന്നത്? നമ്മുടെ നിരൂപണങ്ങളൊക്കെ എന്താ? നമ്മുടെ ആലോചനകളൊക്കെ എന്താ? നാം പ്രവർത്തിക്കുന്നതൊക്കെ എന്താണ്? നമ്മെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി മഹാശക്തി ധരിച്ച് ആമെ സകലത്തിന്മേൽ ഉടയനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ നാം തിരിച്ചറിയാതെ എന്തെല്ലാം തന്ത്രങ്ങളിലൂടെ മനുഷ്യൻ പലതും ചെയ്തു കൂട്ടുന്നത്. വേദപുസ്തകം സത്യമായിട്ട് പഠിപ്പിക്കുന്നത് രാജ്യവും ശക്തിയും മഹത്വവും എന്തേക്കും നിനക്കുള്ളത്. നീ മഹാശക്തി ധരിച്ചിരിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതെ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുടെ സഹോദരങ്ങളെ ശ്രോതാക്കളെ, എന്നെ കേൾക്കുന്ന കേൾവിക്കാരോട് പറയട്ടെ, മഹാശക്തി ധരിച്ച് സ്വർഗത്തിൽ എന്തേക്കും വാഴുന്ന ദൈവത്തോടാണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, നിന്റെ സങ്കടങ്ങൾ പറയുന്നത്, നിന്റെ ദുഃഖങ്ങൾ പങ്കുവെക്കുന്നതെങ്കിൽ നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. ഹല്ലേലൂയ. മധ്യസ്ഥന്മാര് എന്നൊക്കെ പറഞ്ഞ ചില ചരിത്രങ്ങൾ, ചില ഐതിഹ്യങ്ങളാണ്. പലതും ഐതിഹ്യങ്ങളാണ്. പലതും ചില അമേലരിയ മനുഷ്യനാൽ മധ്യസ്ഥന്മാരാക്കി കൊണ്ടുവന്ന് വച്ചവരാണ്.
ജീവിച്ചിരുന്നവർ മരിച്ചുപോയപ്പോൾ അവരെ മധ്യസ്ഥാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അവർ മരിച്ചു മൺമറഞ്ഞു പോയി കല്ലറയ്ക്കകത്ത് ഉറങ്ങുന്നവരാ, വിശ്രമിക്കുന്നവരാ. അപ്പൊ അവർക്കൊന്നും മധ്യസ്ഥ ചെയ്യാൻ കഴിയത്തില്ല. അവരറിയുന്നത് പോലുമില്ല അവരോട് പറയുന്നത്. അല്ലേരിയ. അപ്പൊ ക്രൈസ്തവ സഭയ്ക്ക് ഒരുപാട് മധ്യസ്ഥന്മാരുണ്ട്, വാഴ്ത്തപ്പെട്ടവരൊക്കെ ഉണ്ട്. ഞാൻ ക്രൈസ്തവ സഭയിൽ നിന്ന് വന്നയാളാ. അപ്പൊ നമ്മൾ പറയുന്ന ഒരിക്കലും ക്രൈസ്തവ സഭയുടെ മധ്യസ്ഥന്മാർക്കോ ഇടനിലക്കാർക്കോ അവർക്ക് കേൾക്കുവാൻ കഴിയത്തില്ല, അവർക്കത് ദൈവത്തോട് പറയാൻ കഴിയത്തില്ല. കാരണം അവർ മരിച്ചു പോയ ആളുകളാണ്. ഈ തിരിച്ചറിവില്ലാത്തവരാണ് പല ആളുകളും എന്ന് പറയുന്നത്. സ്തോത്രം. അതാണ് ദുരുപദേശങ്ങൾ കുടങ്ങപ്പെട്ട് കിടക്കുക. ദുരുപദേശ തന്ത്രങ്ങളിൽ കുടുങ്ങി സാത്താൻ അവരുടെ ഹൃദയത്തെ വശീകരിച്ചു. അങ്ങനെയുള്ള സകല മനുഷ്യൻ പാപത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകരം ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ശ്രോതാവി, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് ഏറ്റവും ആസന്നമായി. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവത്തിന്റെ മണവാട്ടി സഭയെ ചേർക്കാൻ യേശുക്രിസ്തുവിന്റെ കാഹളം മുഴങ്ങാൻ സമയമായി. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ നിർമൂലമാക്കേണ്ടതിനേക്കാൾ നിർമൂലമാക്കി ദൈവിഹിതമല്ലാത്തവരൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ള മഹാശക്തി ധരിച്ചുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ വാഴുന്ന യേശുക്രിസ്തുവിലൂടെ നിങ്ങൾ വീണ്ടെടുപ്പ് പ്രാപിക്കണം, നിത്യജീവൻ പ്രാപിക്കണം. യേശുക്രിസ്തുവിലൂടെ നിത്യജീവൻ പ്രാപിച്ച് വീണ്ടെടുക്കപ്പെട്ടവന് മാത്രമേ ഹല്ലേലൂയ സ്വർഗീയ പർദീസയിൽ എത്താൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു മധ്യസ്ഥന്മാർക്കും നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാൻ അറിയില്ല. അവർ നമ്മളെപ്പോലെ, എല്ലാ മധ്യസ്ഥന്മാരും നമ്മളെപ്പോലെ തന്നെ ഭൂമി ജീവിച്ച് മരിച്ചവരും പിന്നെ മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട പല കഥകളുമാണ്. അവർക്കൊന്നും ദൈവരാജ്യത്തിന്റെ വഴി അറിയത്തില്ല. ദൈവരാജ്യത്തിന്റെ വഴി അറിയണമെന്ന് നിങ്ങൾ യേശുവോട് ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ആളാണ്. നിങ്ങൾ പല ദേശത്തൂടെ പോകാറുണ്ട്. പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് പലപ്പോഴും വഴി അറിയാതെ നിങ്ങൾ കുടുങ്ങിയിട്ടില്ലേ? ആ വഴി അറിയാതെ നിങ്ങൾ കുടുങ്ങിയിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ പലരും വഴി ചോദിച്ചു പോയിട്ടില്ലേ? ചോദിച്ചു പോയിട്ട് നിങ്ങൾ കൃത്യമായി എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യരോട് വഴി ചോദിക്കുന്നതിനേക്കാൾ ഉപരിയായി ഈ ഗൂഗിൾ മാപ്പിലൂടെ നമുക്ക് എവിടെ എത്തണമെന്നുള്ളത് കൃത്യമായ വഴി ഗൂഗിൾ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പലരും ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് ചെല്ലാൻ വേണ്ടി നിങ്ങൾ പലരോട് വഴി ചോദിച്ചു, വഴി പറഞ്ഞ് നിങ്ങൾ കൃത്യമായി എത്തിയതുപോലെ, ഗൂഗിളിനോട് ചോദിച്ച് നിങ്ങൾ എത്തിയതുപോലെ നിങ്ങൾക്ക് ദൈവരാജ്യത്തിലേക്കുള്ള വഴി മനുഷ്യരോട് ചോദിച്ചാലോ ഗൂഗിൾ മാപ്പിൽ അന്വേഷിച്ചാലോ കിട്ടത്തില്ല. അവർക്കൊരിക്കലും ദൈവരാജ്യത്തിൽ വഴി പറയാൻ അറിയത്തില്ല. കാരണം അവർക്കത് വെളിപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. പിന്നെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഊഹാപോഹ കഥകളാണ്, അത് നിങ്ങളെ വഞ്ചിക്കുക. സ്തോത്രം. അപ്പൊ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഏതാണെന്ന് അറിയാൻ ഒരു മാർഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്വർഗരാജ്യത്തിലുള്ള വഴി ചോദിക്കാനും ഇടമുണ്ട്. അതുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് വഴി പറഞ്ഞു തരുന്ന യേശുവിലേക്ക് വരണം. സ്വർഗരാജ്യത്തിലേക്ക് വഴി കാണിക്കുന്ന യേശുവിലേക്ക് വരണം. അതാണ് യോഹന്നാന്റെ സുവിശേഷം 14:6 ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ എത്തുകയില്ലെന്ന് യോഹന്നാൻ 14:6 പറഞ്ഞേ. അപ്പം സ്വർഗരാജ്യത്തിൽ വഴി ആരോട് ചോദിക്കണം? യേശുവിനോട് ചോദിക്കണം, രക്തം ചെയ്യണം. അതിന് മധ്യസ്ഥന്മാരോട് ചോദിച്ചാൽ അവർ ഒരിക്കലും വഴി പറഞ്ഞു തരത്തില്ല. ഹല്ലേലൂയ. ആമയും കുലച്ച വാഴ ആ കുല വിളഞ്ഞ് വെട്ടി പിന്നെ ആ കുല വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കുന്ന പിണ്ടിയാ. ആ പിണ്ടി പിന്നീട് അല്ലെങ്കിൽ പിന്നൊരു ആമി വാഴക്കൊല തരത്തില്ല. അത് കുറച്ച് കഴിയുമ്പോൾ ദ്രവിച്ചഴുകി അങ്ങ് പോയി എന്ന് പറഞ്ഞ പോലെ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ മരിച്ചു പോയ മനുഷ്യൻ പിന്നെ ഒരിക്കലും ആമി എഴുന്നേൽക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല. ആ മനുഷ്യൻ ഈ വാഴപ്പിണ്ടി അഴുകിപ്പോയതുപോലെ അഴുകി മണ്ണിനോട് ചേരുകയാണ്. പിന്നെ മധ്യസ്ഥനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ ശ്രോതാവി? ഇനിയെങ്കിലും നമുക്ക് ചില തലയ്ക്കകത്ത് തലച്ചോറ് വേണ്ടേ? അല്ലെങ്കിൽ ഞാനിതൊന്നും ഇല്ലാത്തയാളായിരുന്നു, അല്ലെങ്കിൽ ഈ മൂടത്തരം മാത്രമേ പറഞ്ഞുകൊണ്ടാണത്. അന്ന് കള്ളും മദ്യവും മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ അടിക്കുന്ന സമയമാണ്. പക്ഷെ സുബോധത്തിന്റെ ആത്മാവിനെ ദൈവം തന്നപ്പോഴാണ് ദൈവരാജ്യത്തിലേക്കുള്ള വഴി യേശുവിന് മാത്രമേ പറഞ്ഞു തരാൻ കഴിയുള്ളൂ മനസ്സിലായത്. അതുകൊണ്ടാണ് 32 സംഗീത 8 വാക്യം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. സംഗീതക്കാരൻ പറയുക. അപ്പൊ ദൈവരാജ്യത്തിലുള്ള വഴി നിനക്കറിയില്ലെങ്കിൽ യേശുവിനോട് ചോദിക്കണം. ലോകത്തോട് ചോദിക്കരുത്, ലോകമനുഷ്യരോട് ചോദിക്കരുത്, മധ്യസ്ഥരോട് ചോദിക്കരുത്, ഗൂഗിളിനോട് ചോദിക്കരുത്. സ്വർഗത്തിലേക്കുള്ള വഴി എങ്ങോട്ടാണ് ചോദിക്കേണ്ടത്? യേശുവിനോടാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവും മഹാശക്തി ധരിച്ചു വാഴുന്ന ദൈവമാണ്.
പ്രൈസറോ, മഹാശക്തി ധരിച്ചു വാഴുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. വേറെ ആർക്കും മഹാശക്തിയില്ല. അല്ലേ, ശക്തി കാണുമായിരിക്കും, മഹാശക്തിയില്ല. ശക്തി ഉണ്ടെന്നുള്ളതിന്റെ തെളിവുണ്ട്. മറ്റുള്ളവർക്ക് ശക്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇസ്രായേൽ കഴിഞ്ഞ 430 വർഷം അടിമത്തത്തിൽ കിടന്ന ആ കാലഘട്ടത്തിൽ അവർ വളരെ ക്രൂരമായ പീഡനയിലൂടെ കടന്നുപോയി. ഇസ്രായേൽ അനവധി ആളുകൾ ഫറവോന്യ ശക്തികളുടെ, ഫറവോന്യ സൈന്യത്തിന്റെ, ഫറവോന്യ ഉപദ്രവങ്ങൾ അകപ്പെട്ടവരുടെ സഹോദരങ്ങളൊക്കെ മരിച്ചു വീഴുന്നത് അടിമപ്പണി ചെയ്ത് അവിടെ ജീവിച്ചു. അവരെ സമയത്ത് നിലവിളിച്ച് ആ നിലവിളി അവരുടെ കണ്ണുനീര് ദൈവം കണ്ടപ്പോൾ നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? മോശയും അഹരോനെയൊക്കെ കൂടി അങ്ങോട്ട് അയച്ചു മിസ്രൈമിലേക്ക്. അങ്ങനെ മിസ്രൈമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തണമല്ലോ. അപ്പം ദൈവം തന്നെ ഞാനാകുന്നു പറയാനാ. അങ്ങനെ ഒരിക്കൽ മോശയുടെ വടിയും മിസ്രൈമിലെ മന്ത്രവാദികളുടെ വടിയും കൂടെ നിലത്തിട്ടപ്പോൾ മോശയുടെ വടി പാമ്പായി. അല്ലേ? അപ്പോൾ തന്നെ അല്ലെങ്കിൽ മിസ്രൈമ മന്ത്രവാദികളുടെ വടി പാമ്പായി. എന്താണ് അവിടെ സംഭവിച്ചത്? 2 വടിക്ക് ശക്തിയുണ്ട്. മോശയുടെ കയ്യിരിക്കുന്ന വടിക്ക് ശക്തിയുണ്ട്, മന്ത്രവാദികളുടെ വടിക്ക് ശക്തിയുണ്ട്. എന്നാൽ മോശയുടെ വടി എന്ത് ചെയ്തു? മോശയുടെ വാടി എന്ത് ചെയ്തു? പാമ്പ് എന്ത് ചെയ്തു? മിസ്രൈമിയ മന്ത്രവാദികളുടെ വടി വിഴുങ്ങിക്കളഞ്ഞ, പാമ്പിനെ വിഴുങ്ങിക്കളഞ്ഞു. അവർക്ക് പിന്നെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം എന്ന് പറഞ്ഞ ഭൂമിയിലുള്ള ശക്തിയൊക്കെ താൽക്കാലികമായി. എന്നാൽ ദൈവശക്തി എന്ന് പറഞ്ഞാൽ അത് നിത്യമാണ്. മഹാശക്തി ധരിച്ചുകൊണ്ട് സകലത്തെയും വാഴുന്ന, സകലത്തെയും ഒരു ഉടയനായിരിക്കുന്ന യേശുവിനോടാണ് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, നിന്റെ പ്രശ്നത്തെ പരിഹരിച്ച് യേശു തരും. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളില്ലേ? മാനസികമായ പ്രശ്നങ്ങൾ, ആത്മീയമായ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഭൗതികമായ പ്രശ്നങ്ങൾ, ജോലിക്കിടയിലെ പ്രശ്നങ്ങൾ, ജോലിയിലെ പ്രശ്നങ്ങൾ, പഠിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, കുടുംബ ജീവിതത്തിനകത്ത് നിരന്തരം നീ പലവിധമായ സമ്മർദ്ദങ്ങളിലൂടെയല്ലേ കടന്നു പോകുന്നത്? അല്ലേ? ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് കരകയറുവാൻ കഴിയാതെ അല്ലേ ഇന്ന് നിങ്ങൾ തളർന്നിരിക്കുന്ന അനുഭവമാണ്, ക്ഷീണിച്ചിരിക്കുന്ന അനുഭവമല്ലേ? അവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ മഹാശക്തി ധരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യശക്തി മഹത്വം എന്നേക്കും അനുയോഗ്യനായിരിക്കുന്ന യേശുവിനോടാണ് നീ ആലോചന ചോദിക്കുന്നെങ്കിൽ അവൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞു തരും. പ്രൈസറോ, വിശ്വസിക്കുന്ന കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടി പ്രഭാതത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങളോട് ദൈവാത്മാവ് പറയുന്നത്, നിന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന അലറുന്ന സിംഹം എന്ന പോലെ വരുന്ന പിശാചിന്റെ കയ്യിൽ നിന്ന് ദൈവം വിടുവിക്കുവാൻ ആഗ്രഹിക്കുക. നിനക്കൊരു വിജയം തരാൻ ദൈവം ആഗ്രഹിക്കുക, നിനക്ക് ഉദ്ധാരണം തരാൻ ദൈവം ആഗ്രഹിക്കുക. മരണത്തിൽ നിന്നൊരു നീക്കുപോക്ക് തരുവാൻ, നിന്റെ രോഗത്തിൽ നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്റെ കഷ്ടതയിൽ നിന്നെ ഉയർത്തുവാൻ, പ്രതിസന്ധികളിൽ നിന്നെ വിടുവിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. അല്ലേലൂയ. അതിനാണ് നിന്റെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുമെന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. അതാണ് യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ആ മാതൃക പ്രാർത്ഥനയിൽ അവരോട് പറഞ്ഞത്, സ്തോത്രം, പരീക്ഷയിൽ നിന്ന് വിടിവിക്കുവാനും ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടിവിക്കുവാനും എനിക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് രാജ്യശക്തിയും മഹത്വം എന്നേക്കും ധരിച്ചിരിക്കുന്ന അതിന്റെ ആ മുട്ടയവനായിരിക്കുന്ന യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവാത്മാ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ കർത്താവിന്റെ ശക്തിയാൽ ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടു. നമ്മുടെ കർത്താവിന്റെ ശക്തിയിലാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടത്. വേറെ ആർക്കും അതിനകത്ത് പങ്കാളിയില്ല. പലരും പങ്കാളികളാകാൻ ശ്രമിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഷെയർ ബിസിനസ് പോലെ അല്ലെങ്കിൽ പലരും എന്ത് ചെയ്യുന്നു? ലോകത്തെ സൃഷ്ടിച്ചത് കർത്താവായതുകൊണ്ട് കർത്താവിനോട് പങ്കാളിയാകാൻ പരിശ്രമിക്കുന്നു. പക്ഷെ കർത്താവിന് ആവശ്യമില്ല, ആരുടെയും പങ്കാളിത്തം ആവശ്യമില്ല. ഒറ്റയ്ക്ക് സകലത്തെ നിർമ്മിച്ച് സൃഷ്ടിച്ചവനാ. അപ്പൊ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചത് നമ്മുടെ കർത്താവാണ്. സകലവും ഭരിക്കുവാനുള്ള രാജകീയ ശക്തിയും അവനുണ്ട്. ഈ ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുവാനുള്ള 7 ഭൂഖണ്ഡങ്ങളിൽ അയക്കുന്ന കടലിനെയും പ്രകൃതിയും ഇവിടെയുള്ള സകല പക്ഷിപ്രജാതികളെയും ഇഴജാതികളെയും ആറ്റിലെ മത്സ്യങ്ങളെ മനുഷ്യനെ മുഴുവൻ അടക്കി ഭരിക്കുവാനുള്ള സകല രാജകീയ ശക്തി ആർക്കുണ്ട്? നമ്മുടെ കർത്താവിനുണ്ട്. സ്തോത്രം. ഭൂമിയിലുള്ള മനുഷ്യർക്കൊക്കെ ശക്തിയാണ് ഹല്ലേലൂയ ഉള്ളത്. രാജകീയ ശക്തി ആർക്കുമില്ല. പ്രൈസറോ. എന്നാൽ നമ്മുടെ കർത്താവുള്ള രാജകീയമായ ശക്തിയാണ്.
അവന്റെ രാജ്യമായ ശക്തിയാണ് നിന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസലോട് ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരാവേ, ആമി ഉയരത്തിനുള്ള ശക്തി ഉണ്ടല്ലോ, ആ രാജകീയമായ ശക്തി ഉണ്ടല്ലോ. പെന്തക്കോസ്താളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ച ആ രാജകീയ ശക്തി ഉണ്ടല്ലോ, ആ രാജകീയ ശക്തി നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവം നിന്റെ വീഴും ആ രാജകീയ ശക്തി തന്ന് ഒരു അസാധാരണമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അസാധാരണമായ ജീവിത അനുഭവങ്ങൾക്ക് വേണ്ടി, നീ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ചില പുതിയ വഴിയിലൂടെ ദൈവം നിന്നെ നടത്തുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് അവൻ പറയുന്നത്. അതുകൊണ്ട് നിന്നെക്കുറിച്ചുള്ള സകല പദ്ധതികളും ദൈവത്തിന്റെ കരങ്ങളില്ല. ഈ പ്രഭാതത്തിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഇരിക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ഭർത്താവിന്റെ മദ്യപാനം, നിന്റെ ഭാര്യയുടെ വഴിവിട്ട ജീവിതം, നിന്റെ ഭർത്താവിന്റെ വഴിവിട്ട ജീവിതം, മക്കളെ വഴിവിട്ട ജീവിതം, മയക്കുമരുന്നിന് അടിമയായി കുടുംബത്തിനകത്ത് ഛിന്ന ഭിന്നമായി കിടക്കുന്ന സകല അനുഭവങ്ങളും അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ വിഷയത്തിനകത്തൊരു മറുപടി തരാൻ യേശുവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നീ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ടല്ലേ കഴിഞ്ഞ കാലങ്ങളായി മുന്നോട്ട് പോകുന്നത്? നിനക്ക് സ്വസ്ഥതയുണ്ടോ? സമാധാനമുണ്ടോ? നിന്റെ കുടുംബത്തിനകത്ത് സമാധാനത്തിന്റെ അനുഭവമുണ്ടോ? ഇല്ല. അത്രമാത്രം തകർന്നിരിക്കുന്ന ചില ജീവിതം കൊണ്ട് പരിശുദ്ധമായി പ്രഭാതത്തിൽ പറയുന്നത്, ഈ രാജകീയ ശക്തി നീ പ്രാപിക്കുന്നെങ്കിൽ, ഈ രാജകീയ അധികാരം നീ പ്രാപിക്കുന്നെങ്കിൽ, നിന്റെ കുടുംബത്തെ തകർക്കുന്ന, നിന്റെ ഭർത്താവിന്റെ മക്കളെ തകർക്കുന്ന ആ അലറുന്ന സിംഹം എന്ന പോലെയുള്ള അത്തൂട്ട പിശാചിനെ, അത്തൂട്ട സിംഹത്തെ നിനക്ക് തകർക്കുവാൻ ഈ രാജകീയ ശക്തി ആവശ്യമാണ്. ഈശ്വരനോട് ഹല്ലേലൂയ. രക്തം ചെയ്യും. നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. അപ്പൊ ഇവിടെ നമ്മുടെ ദൈവത്തിന്റെ വചനം പറഞ്ഞത് കർത്താവിന്റെ രാജകീയ ശക്തി കൊണ്ട് ആമി ബലം ദൈവത്തിനുള്ളതെന്നാണ് 62 സംഗീതം 11 വാക്യം പറയുന്നത്. നമ്മുടെ കർത്താവ് പറയാണ്, അല്ലെങ്കിൽ ബലം ദൈവത്തിനുള്ളതാണെന്ന് 62 സംഗീതം 11 വാക്യം പറയുന്നു. ബലം ദൈവത്തിനുള്ളത് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്ന സംഗീതക്കാരൻ പറയാം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, ഇപ്രകാരമാണ്: ദൈവം അരുളി ചെയ്യുന്നത് ഒരിക്കലായിട്ടാണ്, വ്യക്തമായിട്ടാണ്, ശക്തമായിട്ടാണ്, മാറ്റമില്ലാത്തതായിട്ടാണ്. ദൈവം അരുളി ചെയ്യുന്നത് എന്നോട് ഞാൻ പറയാം, വ്യക്തമായിട്ടാണ്, ശക്തമായിട്ടാണ്, മാറ്റമില്ലാത്തതാണ്. 2 പ്രാവശ്യം കേട്ടു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അരുളപ്പാടിന്റെ പ്രതിധ്വനി ആമേൻ പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ കർണങ്ങളിൽ വീണ്ടും വീണ്ടും ആമേൻ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. 2 പ്രാവശ്യം കേട്ടു പറയുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം, ദൈവാത്മാവിന്റെ ശബ്ദം നാം ദൈവം പറയുമ്പോൾ തന്നെ പ്രവാചകന്മാരിലൂടെ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് ഈ വാക്യത്തിൽ പഠിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ പ്രാധാന്യത്തെയും ദൈവത്തിന്റെ അരുളപ്പാടുകളെ ശക്തിയും നീ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ദൈവവചനം രാവിലെ പ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന സ്വഭാവി, എന്നെ കേൾക്കുന്ന സഹോദര യുവതി യുവാക്കന്മാരോട് പറയുകട്ടെ, ദൈവത്തിന്റെ ശബ്ദം നിനക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന്റെ ശക്തി നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? പ്രവാചക ശബ്ദങ്ങളിലൂടെ, പ്രവാചക വാക്കുകളിലൂടെ, ദൈവവചന ശുശ്രൂഷയിലൂടെ നിന്നെ നിരന്തൂറും ഈ ശക്തിയെക്കുറിച്ച് കേൾപ്പിക്കുന്നത്, നിന്റെ പാപവഴികളെ വിട്ട് നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിന് വേണ്ടി നീ ചെവി കൊടുക്കുമ്പോൾ, യേശുവിന്റെ ഹൃദയം കൊടുക്കുമ്പോൾ, ഈ മഹാശക്തി, രാജകീയമായ ശക്തി നിന്റെ മേൽ വന്ന് ഈ ഭൂമിയിലുള്ള സകല ദുഷ്ടനെ ജയിപ്പാൻ നിനക്ക് കഴിയും. ഹല്ലേലൂയ. ചില ആളുകളുടെ ചോദിച്ചാൽ എന്നും രോഗമാ, എന്നും ബന്ധനം, എന്നും ആശുപത്രിയാ. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സമയമില്ല, എല്ലാ ദിവസങ്ങളും ആശുപത്രി. എന്താണ് നിനക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ? നീ ദൈവത്തെ അല്പം പോലും ഭയപ്പെടുന്ന ലോകത്തെയാണ് ആശ്രയിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും രോഗമുണ്ട്, ആശുപത്രി പോകണം. പക്ഷേ അതിനൊക്കെ പരിമിതികളുണ്ട്. ഈശ്വരോട് ഹല്ലേലൂയ. നമ്മൾ പലതും അല്ലെങ്കിൽ നമുക്കുടെ അവിശ്വാസം മുഖാന്തരം, നമ്മുടെ മാനസികമായ ടെൻഷൻ മുഖാന്തരം, നമ്മുടെ പ്രതികൂല സാഹചര്യം മുഖാന്തരം നമ്മൾ പലപ്പോഴും മനസ്സ് തളരുമ്പോൾ നമ്മൾ സ്വയം രോഗികളായി മാറും. അത് എത്ര ഉപദേശിച്ചാലും പറഞ്ഞാലും നാം അത് അനുസരിക്കാത്തവരുണ്ട്. ഇവിടെ 2 പ്രാവശ്യം കേട്ടു എന്ന് പറയാൻ ദൈവത്തിന്റെ അരുളപ്പാടുകൾ വീണ്ടും വീണ്ടും ദൈവം നിന്നെ കേൾപ്പിക്കുമ്പോൾ, ദൈവവചനത്തിലൂടെ നിന്റെ കാതുകൾ എത്തിക്കുമ്പോൾ, നിന്റെ ഭവനത്തിൽ നീ ഇരിക്കുന്ന സ്ഥലത്ത്, നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈലിലൂടെ, നിന്റെ ടിവിയിലൂടെ ദൈവത്തിന്റെ അരുളപ്പാടുകൾ നിന്നെ കേൾപ്പിക്കുന്നത്, നിന്നെ കേൾപ്പിക്കുന്നത് നിന്നെ നിന്റെ കുടുംബത്തെയും വിടുവിക്കാൻ വേണ്ടിയിട്ടാണ്.
എവിടുന്ന്? സാത്താന്റെ കയ്യിൽ നിന്ന്, തന്ത്രങ്ങളിൽ നിന്ന്, മന്ത്രങ്ങളിൽ നിന്ന്, ആഭിചാരങ്ങളിൽ നിന്ന്, കൂടോത്രങ്ങളിൽ, ക്ഷുദ്രങ്ങളുടെ കയ്യിൽ നിന്ന്, നിന്നെ തകർക്കുവാൻ അലറുന്ന സിംഹമെന്ന പോലെ വരുന്ന തൂട്ട പിശാചിന്റെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ വിടിവിപ്പാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. രക്തം ചെയ്യും. നിനക്ക് നല്ലൊരു ഭാവിയെ ദൈവം തരാൻ ആഗ്രഹിക്കുക. നിനക്ക് നല്ലൊരു ജീവിതത്തെ തരാൻ ആഗ്രഹിക്കുക ദൈവം. നിന്റെ തലമുറയെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുവാൻ, ഉന്നതമായ ജോലി നൽകുവാൻ, നല്ല സാലറിയോടെ നിന്റെ തലമുറയെ മാനിപ്പാൻ ദൈവം ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന സഹോദരി നിനക്കൊരു ഉയർച്ച തരാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ കഷ്ടപ്പാടുകളെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബജീവിതം ഭദ്രമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തെ ദേശത്ത് മാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. കർത്താവിന്റെ കരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് രാജ്യശക്തി മഹത്വം ഉള്ളവന്റെ കരങ്ങളിൽ നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ, രാജ്യക്ക് അധികാരം പ്രാപിച്ച് രാജ്യത്തെ മുഴുവൻ ഭരിക്കുന്ന ദൈവത്തിന്റെ രാജ്യക്ക് അധികാരം നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ, നീ ആ രാജ്യക്ക് അധികാരത്തോടെ, രാജ്യക പ്രൗഢിയോടെ നീ ഭൂമി സന്തോഷ ജീവിതം നയിക്കും. കഷ്ടങ്ങളെല്ലാം മാറുന്നേ, സങ്കടമെല്ലാം മാറും. നിന്റെ കണ്ണുനീരിന്റെ ദൈവം തുടയ്ക്കും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുടെ ശ്രമ ജീവിതമൊക്കെ പറയണം, നിങ്ങളുടെ കണ്ണുനീർ ഉടയ്ക്കാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. ഇനി ലോകത്തിൽ ആർക്കെങ്കിലും കഴിയുമെന്ന് നിങ്ങൾ പറഞ്ഞതെല്ലാം താൽക്കാലികമാണ്. നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അല്പസമയം മാത്രം. ലോകത്തിന്റെ സ്വാതന്ത്ര്യങ്ങളൊക്കെ അല്പസമയം മാത്രമാണ്. ദൈവം തരുന്ന നിത്യമാകട്ടോ. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവം വലിയ മഹാശക്തി ധരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആമേന്റെ സ്തോത്രം. ബലം ദൈവത്തിനുള്ളത്. അബ്രഹാമിനോട് ദൈവം പറയുമ്പോൾ അത് തന്നെയാ പറഞ്ഞ. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം പറയുമ്പോൾ അബ്രഹാമിനോട് പറയുന്നത്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. സർവശക്തിയുള്ള ജീവനുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമാണ്. ഭൂമിയിൽ ആർക്കും സർവശക്തിയുള്ളവരില്ല. ഭൂമിയിൽ സർവശക്തിയുള്ള ഒരു മതങ്ങളുമില്ല, സർവശക്തിയുള്ള ഒരു മത നേതാക്കന്മാരുമില്ല, സർവശക്തിയുള്ള ഒരു ദൈവങ്ങളുമില്ല. നിങ്ങൾ എങ്ങനെ ചിന്തിച്ചാലും പ്രശ്നമില്ല. സർവശക്തിയുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ യേശു മാത്രം. അതുകൊണ്ടാണ് അബ്രഹാമിലൂടെ ദൈവം അരുളി ചെയ്തപ്പോൾ സ്തോത്രം, അബ്രഹാമിലൂടെ ദൈവം പറഞ്ഞു, അബ്രഹാമിന് സർവശക്തിയുള്ള ദൈവമാണ്. 17 വായിക്കേ. ഞാൻ വേദപുസ്തക കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളുടെ കർമ്മപുടങ്ങളുടെ ഈ വചനം കേട്ടിട്ടുണ്ടല്ലോ. വീണ്ടും വീണ്ടും കേട്ടിട്ട് സർവശക്തിയുള്ള ദൈവത്തിലേക്ക് വന്നാൽ ആ സർവശക്തിയുള്ള ആ ദൈവം നിന്റെ കുടുംബത്തിന്റെ സകല അവസ്ഥകൾ മാറ്റിത്തരും. ചിലർ പറയും, എൻ്റെ പാസ്റ്റർ, ഞാൻ വീടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി, ഇതുവരെ എനിക്കൊരു വീട് ലഭിച്ചിട്ടില്ല. ഞാനൊരു സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കാലങ്ങളായി, ഇതുവരെ കേട്ടിട്ടില്ല. എന്നെ കടമൊന്ന് മാറാൻ വേണ്ടിയിട്ട്, ഞാൻ സ്വസ്ഥമായി മാറാൻ വേണ്ടി, മക്കളെ വിവാഹം കഴിച്ച് അയപ്പിക്കാൻ വേണ്ടി പല പ്രാവശ്യമാണ് ഭാരപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മറ്റൊരു രീതി അതാ. പക്ഷെ എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ? നമ്മൾ യഥാർത്ഥത്തിൽ അറിയേണ്ടവനെ അറിഞ്ഞിട്ടില്ല. അറിയേണ്ടവനെ അറിഞ്ഞാൽ അല്ലേ നമുക്ക് സ്വസ്ഥമാകും. ഹല്ലേലൂയ. ഞാനൊരിക്കലും ഒരു പിതാവിൻ്റെ ഒരു സഹോദര, നിങ്ങളുടെ മക്കളെ വിവാഹം കഴിച്ച് അയപ്പിക്കണ്ടേ? ഹല്ലേലൂയ. അതിന് നമുക്കൊരു ആലോചന വന്നിട്ടുണ്ട്. നമുക്ക് ആലോചന കൊണ്ടുവരട്ടെ. അത് നമുക്ക് ആ കുട്ടിക്ക് വേണ്ടി ആലോചിക്കാം. ഉണ്ടോ, എൻ്റെ പാസ്റ്റേ കൈ പൈസയില്ല. അവരന്നേരം പറയുന്നത് പൈസ ഇല്ലാതെ നമ്മൾ ആലോചിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് മക്കളെ തന്നത് ദൈവമല്ലേ? മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളെക്കാൾ കൂടുതൽ ദൈവത്തിനല്ലേ? ദൈവമല്ലേ അവരെ കൂട്ടി യോജിപ്പിക്കേണ്ട, തക്ക തുണയെ കൊടുക്കേണ്ട? ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനും ഉള്ളതല്ലേ അത്? അതെ, ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനും ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്കൊരു വിവാഹലോചന കടന്നുമ്പോൾ നിങ്ങൾ ആദ്യം എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി, ഹല്ലേലൂയ, നിങ്ങളുടെ മക്കളുടെ കാര്യം നിങ്ങൾ ദൈവത്തിൽ എത്തിച്ചു കൊടുക്കണം. മഹാശക്തി ധരിച്ചുകൊണ്ടിരിക്കുന്ന, രാജ്യക്ക് അധികാരമുള്ള, രാജ്യക ശക്തിയുള്ള, ബലം ദൈവത്തിനുള്ളത്, ആ ബലം പ്രാപിച്ച് ഭൂമി എപ്പോഴും അടക്കി ഭരിക്കുന്ന ദൈവത്തോട് നിന്റെ മക്കളുടെ കാര്യം പറഞ്ഞാൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അതുകൊണ്ട് മനുഷ്യനെന്ത് ചെയ്യും? ആദ്യം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കത്തില്ല. ആദ്യം അവരുടെ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ യേശു പഠിപ്പിച്ച പ്രാർത്ഥിക്കുന്ന അകത്ത് എന്താണ്? രാജ്യവും ശക്തി മഹത്വം എന്നേക്കും നിനക്കുള്ളത്. പ്രൈസലോ. നമ്മൾ കർത്താവിലേക്ക് മടങ്ങി വരണം. ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ ലോകക്കാരെ പോലെ ആകരുതെന്ന് രക്തം ചെയ്യും. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സകല വിഷയങ്ങൾക്കും ദൈവമായിരിക്കണം. കാരണം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, എൻ്റെ എല്ലാ ദിവസവും പറയാറുണ്ടെന്ന് തോന്നി. ഞാൻ പറയട്ടെ, ഞാൻ കടന്നു പോകുന്ന മേഖല എന്ന് പറഞ്ഞാൽ വളരെ ഫാനുവേറിയതാണ്. മുള്ളും പറക്കാരെയൊക്കെ നിറയപ്പെട്ട അനവധി സാഹചര്യങ്ങളെ തരണം ചെയ്യാറുണ്ട്. ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഹല്ലേലൂയ. പ്രതികൂല സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ആ സാഹചര്യങ്ങളിൽ ഞാൻ ഈ നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? മഹാശക്തി ധരിച്ചുകൊണ്ട് വാഴുന്ന സർവശക്തിയുള്ള ദൈവമാണ് രാജകീയ
അധികാരമുള്ള ദൈവമാണ്. എന്നെ സംരക്ഷിക്കുവാൻ, പോറ്റുവാൻ, പുലർത്തുവാൻ, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ഈ രാജകീയ ശക്തിയുള്ള ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് ഞാൻ അതങ്ങ് വിശ്വസിക്കുക. അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. അല്ലെ പണ്ടേ തളർന്നു പോകാമായിരുന്നു, താളടിയായി മാറാമായിരുന്നു, കുടിപിടിച്ച മണ്ണായി മാറേണ്ടി എൻ്റെ ജീവിതത്തെ ദൈവം നിലനിർത്തിയ ഈ രാജകീയ അധികാരത്തിന്റെ കീഴിലുള്ള അനുഭവത്തിലേക്ക് വന്നതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അതെ, നിങ്ങൾ ഈ കർത്താവിനെ അറിയണം കേട്ടോ. ഹല്ലേലൂയ. കർത്താവിനെ അറിഞ്ഞാൽ നിന്റെ കുടുംബത്തെ ദൈവം മാനിക്കും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് നാം എപ്പോഴും കർത്താവിനെ നോക്കി, കർത്താവേ നീ സർവശക്തനാകുന്നെന്ന് പറഞ്ഞ് സ്തുതിക്കണം. കർത്താവിനോട് പറയണം, കർത്താവേ നീ സർവശക്തനാണെന്ന് പറഞ്ഞ് സ്തുതിക്കണം. അപ്പോൾ സാത്താന്റെ ശക്തി തകർന്നു പോകും. സർവശക്തനായി ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ നിന്റെ കുടുംബത്തെ അടക്കി വാഴുന്ന സാത്താന്റെ ശക്തി തകർന്നു പോകും. സാത്താന്റെ ശക്തി നിന്റെ കുടുംബത്തിൽ വരരുത്. സാത്താന് വേണ്ടി നിന്റെ കുടുംബത്തിന്റെ വാതിൽ തുറക്കരുത്. സാത്താന് വേണ്ടി നിന്റെ കുടുംബത്തിന്റെ വാതിൽ തുറന്നിട്ട് കൊടുക്കരുത്. അവൻ ശക്തി തിരിച്ച് നിന്റെ കുടുംബത്തിനകത്ത് പ്രവേശിച്ചാൽ നിന്റെ കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കും. അതുകൊണ്ട് സർവശക്തിയുള്ള ദൈവമേ, അങ്ങ് എന്റെ കുടുംബത്തിന്റെ നാഥനായി, നായകനായി, ദൈവമായി, എന്റെ പിതാവായി, സൃഷ്ടാവായി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണമെന്ന് പറയുമ്പോൾ സാത്താന്റെ ശക്തി എന്ത് ചെയ്യും? ക്ഷയിച്ചു പോകും. ഹല്ലേലൂയ. നിങ്ങൾ യാതൊന്നിനെയും കരുതി ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയിൽ ആശ്രയിച്ചാൽ മതി. ഈ ലോകത്തിൽ മറ്റൊന്നിനെ കുറിച്ച് നിങ്ങൾ കരുതി ഭയപ്പെട്ട് ഭയന്ന് മനം കലങ്ങി നിരാശപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കണ്ട. നിങ്ങൾ രാജകീയ ശക്തിയുള്ള രാജകീയ അധികാരമുള്ള യേശുവോട് പ്രാർത്ഥിച്ച് നിങ്ങൾ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ വഴി നേരായ പാതയിലൂടെ ദൈവം നടത്തും, രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ സ്തോത്രം. നാം ലോകശക്തിയിൽ ആശ്രയിക്കാതെ യഹൂദ ഗോത്രത്തിലെ സിംഹമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ആശ്രയിക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 146 സംഗീതത്തിനൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കരുതെന്ന്. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? ആമേൻ. പ്രഭുക്കന്മാരിൽ സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിലൊക്കെ ആശ്രയിച്ചാൽ അവരെ കുറിച്ച് അടുത്ത വാക്യം പറയുന്നത്, അവരുടെ ശ്വാസം പോകുന്നു, അവർ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവരുടെ നിരൂപണങ്ങൾ ഒക്കെ നശിക്കുന്നു എന്നാണ് 146 സംഗീതത്തിനും. ഹല്ലേലൂയ. അതിന്റെ സ്തോത്രം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്. ഞാനൊരു ചിത്രം വായിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ മനുഷ്യൻ മനുഷ്യന്റെ ശ്വാസം പോകും. ഹല്ലേലൂയ. അവൻ മണ്ണിലേക്ക് ചേരും, മണ്ണിലേക്ക് തിരിയും. അല്ലെങ്കിൽ അവന്റെ നിരൂപണങ്ങളൊക്കെ നശിച്ചു പോകും. അതുകൊണ്ട് കർത്താവ് രാജകീയ അധികാരമുള്ള, രാജകീയ പൗരമുള്ള, സർവശക്തിയുള്ള ഈ ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന സകലത്തെ സൃഷ്ടാവ്, നിന്റെ വീണ്ടെടുപ്പുകാരൻ, നിന്റെ രക്ഷകനായിരിക്കുന്ന, നിന്റെ ഉദ്ധാരകനായിരിക്കുന്ന ഞാൻ സകല മഹത്വത്തിനും ആമി യോഗ്യനായിരിക്കുമ്പോൾ നീ എന്റെ അരിയിലേക്ക് വരുന്നെങ്കിൽ, എന്നെ നീ അന്വേഷിക്കുന്നെങ്കിൽ നീ കണ്ടെത്തും. എന്നെ അന്വേഷിക്കുന്നവർ കണ്ടെത്തുക. അതുകൊണ്ട് രാജ്യവും ശക്തിയും ഹല്ലേലൂയ മഹത്വത്തിന് യോഗ്യനായിരിക്കുന്ന യേശുവിലേക്ക് നീ എപ്പോൾ വരുന്നോ രക്തം ചെയ്യും. ആ സമയം നിന്റെ ബലഹീനതകൾ മാറാൻ തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞതാണ്, അവൻ അത്ഭുത മാതൃയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം ഭാഗ്യമായി നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുത മാതൃ, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവായി രാജ്യവും ശക്തി മഹത്വം നിനക്കുള്ളത്. ഹല്ലേലൂയ. രാജ്യ അധികാരമുള്ള, സർവ്വശക്തിയുള്ള, മഹാശക്തി ധരിച്ചുകൊണ്ട് വാഴുന്ന യേശുവിലേക്ക് നീ വരുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന സ്വഭാവി നിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവിനെ അറിയുക, യേശുവിനെ അറിയുക. ഒറ്റ ദൈവമേ ഉള്ളൂ, യേശു കർത്താവ്. ഒറ്റ ദൈവം, സകലത്തിന്റെ ഉടയവനായിരിക്കുന്ന യേശു കർത്താവ് തന്നെ സകലത്തിന്റെ സൃഷ്ടാവ്. ഒറ്റ ദൈവം, അവൻ മാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനങ്ങനെ വിശ്വസിക്കുന്നത്. ഞാനൊരു ക്രൈസ്തവ മതത്തിൽ വിശ്വസിച്ചവരാണ്. ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. എനിക്ക് അറിയാത്ത കാര്യങ്ങൾ കർത്താവിനോട് പറഞ്ഞു, ഞാനാണ് ഒറ്റ ദൈവം, ഞാനാണ് സൃഷ്ടാവ്, ഞാനാണ് മഹാശക്തി ധരിച്ച് രാജകീയ അധികാരമുള്ള നിന്നെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന ആ അധികാരം നിനക്ക് തരാൻ പോവുകയാണ്. അധികാരത്തെങ്കിൽ നിൽക്കണം, അല്ലെങ്കിൽ നീ ഇത് സംസാരിക്കണമൊക്കെ കർത്താവിനെ പറഞ്ഞുകൊണ്ട് നിർത്തിയതായിട്ട്. എല്ലാം ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്തിന് ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ. ദൈവാത്മാവ് തരുന്നതാണ് പറയുന്നത്. എന്നെ കേൾക്കുന്ന സ്നേഹിത, അതുകൊണ്ട് ദൈവത്തിന് വചനം പറയാണ്, വ്യാധികളെ സൗഖ്യമാക്കാനുള്ള ശക്തിയും ശാപങ്ങളെ നീക്കുവാനുള്ള ശക്തിയും നമ്മുടെ കർത്താവിനുണ്ട്. അതേ അവന്റെ ശക്തിയാൽ അവൻ ഭരിക്കുന്ന സകലത്തെയും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവങ്ങളെ, സർവശക്തികളിലേക്ക് നോക്കുവിൻ. നിങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം യേശു തരും.
സർവശക്തിയിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ, സർവശക്തിയുള്ള ദൈവത്തിലേക്ക് നിങ്ങൾ നോക്കുക, അവനെങ്കിലേക്ക് നിങ്ങൾ മനം തിരിഞ്ഞ് വരുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളുടെ സകല പ്രശ്നങ്ങളെ ദൈവം മാറ്റും, സകല വ്യാധികളെ മാറ്റും, സകല രോഗത്തെ മാറ്റും, സകല ബന്ധനങ്ങളെ നീക്കി അവൻ നിന്റെ കുടുംബത്തെ സ്വതന്ത്രമാക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന് പത്രമെന്ന് പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകിയാൽ അതിൽ ഉറപ്പിച്ചു നിൽപ്പിൻ, അടിമലോകത്തിൽ പിന്നെ നിങ്ങൾ കുടുങ്ങിപ്പോകരുതെന്ന് ആമേൻ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത്, അടിമലോകത്തിന് വീഴാതിരിക്കാൻ വേണ്ടി മഹാശക്തി ധരിച്ചുകൊണ്ട് രാജകീയ അധികാരം പ്രാപിച്ചുകൊണ്ട് രാജകീയ ശക്തിയുള്ള സർവശക്തനായ യേശുവിലേക്ക് നീ വരുമ്പോൾ നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. നിന്റെ സകല പ്രശ്നങ്ങളും. നിങ്ങൾ ഒത്തിരി പ്രശ്നത്തിൽ കഴിഞ്ഞു പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ. അനവധി പ്രശ്നങ്ങൾ നിങ്ങൾ ആരോടും പറയാറില്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ വിഷയം മനസ്സിൽ ഒതുക്കി വെച്ച് നിങ്ങൾ സ്വയം നീറുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ വിഷയങ്ങളെ നീ ഉള്ളിൽ ഒതുക്കി നീ സ്വയം നീറി പുകഞ്ഞ് നീ തന്നെ നഷ്ടപ്പെട്ടു പോകരുത്. രാജകീയ അധികാരമുള്ള രാജകീയ ശക്തിയുള്ള യേശുവിനോട് പറയണം. രാജ്യശക്തി മഹത്വം എന്നേക്കുമുള്ള കർത്താവിനോട് പറയുമ്പോൾ ആ വിഷയത്തിന് ദൈവം ഇറങ്ങി വരുമെന്ന് രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ ദൈവശക്തന. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അമ്മ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ പൗലോസ് പറഞ്ഞു, ഞാൻ ഫിലിപ്പിയ കാരാഗ്രഹത്തിലാണെങ്കിലും കഷ്ടങ്ങളും പ്രയാസവും ഉപദ്രവങ്ങളും പീഡകളും എല്ലാം എനിക്കുണ്ടെങ്കിലും സുവിശേഷം മുഖാന്തരം അനവധി കഷ്ടതയുടെ കടന്നുപോയാലും ചങ്ങൽ എൻ്റെ കൈവേലും കാൽവേലും ചങ്ങൽ ധരിച്ചവനാണെങ്കിലും പൗലോസ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു. രാജ്യശക്തിയും മഹത്വം എന്നേക്കുമുള്ളവനായ യേശു ആമൻ. ഞാൻ ഈ കാരാഗ്രഹത്തിൽ കിടന്നാലും ഇതിൽ നിന്ന് പിടിവിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് പൗലോസ് പറഞ്ഞ് ഫിലിപ്പി ലേഖനം 4:13 വായിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഭക്തന്മാരൊക്കെ വിശ്വാസമുണ്ടായിരുന്നു കേട്ടോ. എന്നെ കേൾക്കുന്നവരെ, അബ്രഹാമിന്റെ ശരീരം നിർജ്ജീവമായിരിക്കുന്ന അവസ്ഥയിൽ പോലും തനിക്കൊരു സന്തതിയെ ജനിപ്പിക്കുവാൻ അവൻ ശക്തനായിരുന്നുവെന്ന് അബ്രഹാം വിശ്വസിച്ച് തന്റെ മകനെ മോറിയാമലയുടെ യാഗപീഠത്തിൽ കിടത്തിയെങ്കിലും മരിച്ചവരിൽ നിന്നും അവനെ ജീവനോടെ ഉയർപ്പിക്കാൻ കഴിവുള്ള ദൈവമാണ് ശക്തനെന്ന് അബ്രഹാം വിശ്വസിച്ചതുകൊണ്ട് എന്ത് ചെയ്തു? മോറിയാമലയിൽ തന്റെ മകനെ യാഗം കഴിക്കാൻ കടന്നുപോയ സ്ഥാനത്ത് ദൈവം ഇസഹാക്കിന്റെ ആട്ടിൻകുട്ടിയെ കരുതി. ശക്തിയുള്ള ദൈവം, മഹാശക്തിയുള്ള ദൈവം. അത് നിനക്ക് വേണ്ടി കരുതുന്നവനാ ദൈവം. ഹല്ലേലൂയ. ആമേൻ. എന്നെ കേൾക്കുന്ന ആകയാൽ എപ്പോഴും കർത്താവിന്റെ ശക്തിയിൽ നിങ്ങൾ ആശ്രയിക്കണം. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം നിങ്ങളെ വിടുവിക്കുവാനും നിങ്ങളെ കാത്തു സൂക്ഷിക്കുവാനും കഴിയുന്ന ദൈവമായിരിക്കണം. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം, നിങ്ങൾ സ്തുതിക്കുന്ന ദൈവം നിങ്ങളെ സകല പ്രശ്നങ്ങളിൽ നിന്നും വിടിവിക്കുവാൻ കഴിവുള്ളവനായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 10:19 പാമ്പുകളിൽ തേളുകളിൽ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം തരുന്നു. ആമേൻ. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, നമ്മൾ ഈ ദൈവത്തിന്റെ വചനം വായിച്ചല്ലോ. മത്തായി സുവിശേഷം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിച്ചല്ലോ. ആമേൻ. സ്തോത്രം. എന്താണ് 13-ാമത്? ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളത്. പരീക്ഷയിൽ നിന്നെ വിടുവിക്കുവാൻ, ദുഷ്ടനെങ്കിൽ വിടുവിക്കുവാൻ, തന്ത്രങ്ങൾ സാത്താന്റെ പദ്ധതിയെ വിടുവിക്കുവാൻ കഴിയുന്ന ഒറ്റ ദൈവം. ആമേൻ. രാജ്യവും ശക്തി മഹത്വം എന്നേക്കും ധരിച്ച് മഹാശക്തിയുടെ രാജകീയ അധികാരത്തോടെ വാഴുന്ന യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിന്റെ നിരൂപണ ചിന്തകളിൽ മാറ്റിവെച്ച് സങ്കടങ്ങൾ യേശുവിന് പറഞ്ഞു അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ജീവിത കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, കണ്ണുനീര്, വേദന, രോഗം, വ്യാധി, കർത്താവി, കടക്കെണികൾ, ഞെരുക്കം, ജോലിയില്ലായ്മ, കുടുംബ തകർച്ച, തലമുറയെ കൊണ്ട് ഭാരം, മയക്കുവേൽ അടിമത്തായി കിടക്കുന്ന ലോക ജടിക ചൂതാട്ടങ്ങളിൽ ജഡത്തിന്റെ നിഷ്ക്രിയമായ പ്രവൃത്തികൾക്കകത്ത് വീണ് കിടക്കുന്ന അനവധി ജീവങ്ങൾ, പാപമുഖാതെ ശാപം, കുടുംബത്തിനകത്ത് ആഭിചാരം, മാത്രമല്ല ഭൂലോക ശുദ്ര ശക്തികൾ, ദേശത്തിന് അന്യായ ബന്ധനങ്ങൾ, അലറുന്ന സിംഹം എന്ന പോലെ ദുഷ്ട പിശാച് കുടുംബങ്ങളെ തകർക്കും, തലമുറയെ തകർക്കുമ്പോൾ ഇതുപോലെ കർത്താവിച്ചൻ മടങ്ങി വരട്ടെ. രാജ്യവും ശക്തി മഹത്വം എന്നേക്കും ആശ്രയമായിരിക്കും യേശുവിലേക്ക് ജനം കടന്നു വന്ന് രാജ്യത്തെയാണ് പ്രാപിച്ച് ജനം കഷ്ടങ്ങൾ വിടുവിക്കപ്പെടുക. ദൈവരങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ് ഈ കുടുംബങ്ങളെ വിടുവിക്കണമേ, വ്യക്തികളെ വിടുവിക്കണമേ, കഷ്ടങ്ങൾ വിടുവിക്കുക, സങ്കടങ്ങൾ വിടുവിക്കുക, കണ്ണുനീര് തുടയ്ക്കണമേ. ശൈശവത്തിൽ, ബാല്യം, കൗമാരി, യൗവനത്തിൽ വാർന്നിരാൻ വൃത്തരാശന യാചകർ, ഓർഫനേജ്, തടവറയിലായിരിക്കും വിവിധ ജനങ്ങൾ, രാജ്യരാഷ്ട്ര തലവന്മാർ, രാജാക്കന്മാരടക്കം എല്ലാവരും ഞങ്ങളുടെ സൈന്യത്തിനായി, കർത്താവ് ഭാരതത്തിനായി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ഇസ്രായേലിനായി പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. പരസ്പരം യുദ്ധം നാമെ നീക്കിവെച്ച് രാജ്യത്തിന്റെ സമാധാനത്തിനായി, രാജ്യത്തിന്റെ സ്വസ്ഥതയ്ക്കായി രക്തപ്പൊഴി ഒഴുക്കാതെ പരസ്പരം രാജ്യങ്ങൾ തമ്മിൽ സ്നേഹിപ്പാൻ
ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അല്ലെങ്കിൽ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വളരെ പ്രതികൂലം വീടുകൾ അനുഭവത്തെ ആളുകൾ ഓരോ ദിവസവും പല രാജ്യങ്ങളിൽ രക്തസാക്ഷിത്വം ഭരിക്കുമ്പോൾ മരണപ്പെടുമ്പോൾ കർത്താവെ, രാജ്യധികാരമുള്ള കർത്താവിലേക്ക് മടങ്ങി വന്ന് കർത്താവ് ഇവിടുത്തെ വർഗീയ കലാപങ്ങളും തീവ്രവാദങ്ങളും നീക്കിക്കളഞ്ഞ്, ഭീകരവാദം നീക്കിക്കളഞ്ഞ് ജനം സുബോധം പ്രാപിപ്പാൻ ഭ്രാന്തന്മാരെ പോലെ അലറി വിളിച്ച് നടക്കുന്ന അനുഭവങ്ങൾ മാറി ജനം സുബോധത്തിലേക്ക് വരും, മനം തിരിഞ്ഞ് മടങ്ങി വരുവാൻ ഈ ജനത്തെ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവി സ്തോത്രം. കേരളം ഒരു ഭ്രാന്താലയമെന്ന് പണ്ട് ആരോ പറഞ്ഞതുപോലെ ഇന്ന് ലോകം മുഴുവൻ ഒരു ഭ്രാന്താലയമായി മാറി. എവിടെയും കത്തിക്കൂത്തും വെടിവെപ്പും തീവ്രവാദങ്ങളും ഭീകരവും വർഗീയതയും ബോംബും മിസൈലും കർത്താവ് കാതടപ്പിക്കുന്ന വിധത്തിൽ ജനത്തെ നടുക്കുന്ന അനവധി പ്രഹരശേഷിയുള്ള അന്ധകാര ശക്തികൾ, രാജ്യരാഷ്ട്ര തലവന്മാർ അധികാരത്തിന് വേണ്ടി കർത്താവ് അധികാരത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ തമ്മിൽ അടിച്ചു വരിക്കുമ്പോൾ ഒരു സമാധാനത്തിനായി ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിച്ചിട്ടാണ്. ഞങ്ങൾ കുടുംബങ്ങൾ തകർന്ന് കിടക്കുന്നു, നശിച്ചു കിടക്കുന്നു, ജീവിതം തകരുന്നു, തലമുറ തകരുന്നു, മദ്യവും മൈക്കൊരും ലഹരിയും പെരുകുന്നു, അലറുന്ന സിംഹം എന്ന പോലെ പിശാച് പല കുടുംബങ്ങളെ തകർക്കുക. അതിന്റെ നടുവിൽ കർത്താവ് ജനത്തെ വിടിവിക്കണമേ, മാനസാന്തരം കൊടുക്കണമേ, ജനത്തിന് ഉദ്ധാരണം കൊടുക്കും. കഷ്ടതയിലൂടെ കടന്നു പോകുന്ന, കടക്കണിയിലൂടെ കടന്നു പോകുന്ന, രോഗത്തിലൂടെ കടന്നു പോകുന്ന, സങ്കടത്തിലൂടെ കടന്നു ഒറ്റപ്പെട്ടു പോയ അനവധി ആളുകളെ ഇന്ന് മകൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് രാജ്യാധികാരമുള്ള കർത്താവിൽ ജനം മടങ്ങി വന്ന് ആ ക്രിസ്തുവിന്റെ പാതകൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.